പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധരുവിയുടെയും നാമത്തിൽ ആമേൻ. വീണ്ടും വചനവുമായി വരാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു. ഇന്ന് അല്ലെങ്കിൽ ഈയിടെയായി എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നത് ഇസ്രായേലും ലെബനനും തമ്മിലുള്ള അല്ലെങ്കിൽ ഹിസ്ബുള്ളയുമായിട്ടുള്ള യുദ്ധത്തിനെ കുറിച്ചുള്ള വാർത്തകളാണല്ലോ നിറഞ്ഞു നിൽക്കുന്നത്. അപ്പൊ ഈ യുദ്ധത്തിനേക്കാൾ ഉപരി എന്നെ അമ്പരിപ്പിച്ചത് മനുഷ്യർ ഇത് ഒരു വീഡിയോ ഗെയിം കാണുന്ന ലാഘവത്തോടെയാണ് ഇത് കാണുന്നതും ഇതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്നതും. അവിടെ അടിച്ചു, ഇവിടെ അടിച്ചു, ഇവര് ജയിക്കും, അവര് ജയിക്കും. യുദ്ധം, അക്രമം എവിടെയായാലും ആര് ചെയ്യുന്നതായാലും അത് ഭീകരമാണ്. അനേകരുടെ മരണത്തിനിടയാക്കുന്നു, ദാരിദ്ര്യത്തിനിട വരുത്തുന്നു, വീടുകൾ നഷ്ടമാകുന്നു, നിരപരാധികൾ മരിക്കുന്നു, വിദ്യാഭ്യാസം മുടങ്ങിപ്പോകുന്നു, നാട് ദാരിദ്ര്യമാകുന്നു. അപ്പൊ ഇതിനെക്കുറിച്ചൊക്കെ വിലപിക്കുന്നതിന് പകരം ഒരു ബോംബ് പോലും അല്ലെങ്കിൽ ഒരു കൈത്തോക്ക് പോലും ഡയറക്റ്റ് ജീവിതത്തിൽ ഇന്നേ വരെ കാണാത്ത ആളുകൾ യുദ്ധത്തിനെക്കുറിച്ച് ഒക്കെ വീമ്പിളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഉള്ള ചാനലുകളും ഇന്റർനെറ്റും മുഴുവൻ. അതുകൊണ്ട് ബൈബിളിൽ എന്താണ് ഇതിനെക്കുറിച്ചൊക്കെ പറയുന്നത് എന്ന് ഒന്ന് പരതി. പിന്നെ ലഭിച്ച വചനം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 26-ാം അധ്യായം 4-ാം വാക്യം മുതൽ. യേശു പറഞ്ഞു, ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ച് കൊള്ളുവിൻ. പലരും എൻ്റെ നാമത്തിൽ വന്ന് ഞാൻ ക്രിസ്തുവാണ് എന്ന് പറയുകയും അനേകരെ വഴിതെറ്റിക്കുകയും ചെയ്യും. നിങ്ങൾ യുദ്ധങ്ങളെപ്പറ്റി കേൾക്കും, അവയെപ്പറ്റിയുള്ള കിംവദന്തികളും. എന്നാൽ നിങ്ങൾ അസ്വസ്ഥരാകരുത്, കാരണം ഇതെല്ലാം സംഭവിക്കേണ്ടതാണ്. എന്നാൽ ഇനിയും അവസാനമായിട്ടില്ല. ജനം ജനത്തിനെതിരായും രാജ്യം രാജ്യത്തിനെതിരായും ഉണർന്നെഴുന്നേൽക്കും. ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും പല സ്ഥലങ്ങളിലും ഉണ്ടാകും. ഇതെല്ലാം ഈറ്റുനോവിൻ്റെ ആരംഭം മാത്രമാണ്. അവർ നിങ്ങളെ പീഡനത്തിന് ഏൽപ്പിച്ചു കൊടുക്കും. അവർ നിങ്ങളെ വധിക്കും. എൻ്റെ നാമം നിമിത്തം സർവ്വജനങ്ങളും നിങ്ങളെ ദ്വേഷിക്കും. അനേകർ വിശ്വാസം ഉപേക്ഷിക്കുകയും പരസ്പരം ഒറ്റിക്കൊടുക്കുകയും ദ്വേഷിക്കുകയും ചെയ്യും. നിരവധി വ്യാജ പ്രവാചകന്മാർ പ്രത്യക്ഷപ്പെട്ട് അനേകരെ വഴിതെറ്റിക്കും. അധർമ്മം വർദ്ധിക്കുന്നതിനാൽ പലരുടെയും സ്നേഹം തണുത്തുപോകും. സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. എല്ലാ ജനതകളുടെയും സാക്ഷ്യത്തിനായി രാജ്യത്തിൻ്റെ ഈ സുവിശേഷം ലോകമെങ്ങും പ്രസംഗിക്കപ്പെടും. അതിനുശേഷം അന്ത്യം ആഗതമാകും. അപ്പൊ ഇതെല്ലാം ഈറ്റുനോവിൻ്റെ ആരംഭമാണ്. ഇതെല്ലാം സംഭവിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ ആകുലരാകേണ്ട. നമ്മൾ യുദ്ധങ്ങളെ പറ്റി കേൾക്കും, പല പല കിംവദന്തികൾ കേൾക്കും. നാം ക്രിസ്തുവാനുയായികൾ ഇതിനെക്കുറിച്ച് അധികം ആകുലരാകേണ്ട. കാരണം ഇതെല്ലാം സംഭവിക്കേണ്ടിയിരിക്കുന്നു. ഇതിലും വലുത് സംഭവിക്കാനിരിക്കുന്നു. കാരണം
ക്രിസ്തു അനുയായിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വധിക്കപ്പെടുന്ന സമയം വരുന്നു. ഇതിനൊന്നും അധികം സമയം വേണ്ട. ഇപ്പൊ നമ്മള് ഇന്ന ടീം വിജയിക്കും എന്നൊക്കെ പറഞ്ഞ് പെട്ടെന്ന് തിന്മ നന്മയുടെ മേൽ വിജയം വരിച്ചാൽ ആ തിന്മ ഈ ലോകം മുഴുവൻ വ്യാപിക്കും. ആ തിന്മ നന്മയെ ഞെരുക്കും. ചിലപ്പോൾ ഇതിനൊന്നും അധികം സമയം വേണ്ട. അണുവായുധങ്ങളൊക്കെ എല്ലാവരുടെ കയ്യിലും ഉള്ള കാരണം ഇതിനൊന്നും അധികം സമയമൊന്നും വേണ്ട. പെട്ടെന്ന് ബാലൻസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തെറ്റാം. അപ്പോൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ ഇതിനെക്കുറിച്ചൊന്നും മറിയടിക്കേണ്ട ആവശ്യമില്ല. കൊടുങ്കാറ്റുകളുണ്ടാകും, ഭൂകമ്പങ്ങളുണ്ടാകും, യുദ്ധങ്ങളുണ്ടാകും, കിംവദന്തികളുണ്ടാകും. ഇതെല്ലാം സംഭവിക്കേണ്ടിയിരിക്കുന്നു. ഇതിൻ്റെ എല്ലാം അവസാനം ലോകം അവസാനിക്കും. അപ്പോൾ ക്രിസ്തു അനുയായികൾ ക്രിസ്തുവിന് ഇഷ്ടപ്പെട്ടവർ ദൈവത്തെ മുഖാമുഖം കാണും. ഈ ഒരു തിരിച്ചറിവിലേക്ക്, ഈ ഒരു ശുഭാപ്തി വിശ്വാസത്തിലേക്ക്, ഈ ഒരു സമാധാനത്തിലേക്ക്, ചുറ്റും അശാന്തി പരക്കുമ്പോഴും കർത്താവിലുള്ള ഈ ശാന്തത നമ്മളെ പൊതിയട്ടെ. ഇതെല്ലാം സംഭവിക്കേണ്ടിയിരിക്കുന്നു എന്ന് കർത്താവ് വളരെ നേരത്തെ തന്നെ നമ്മളെ അറിയിച്ചിരിക്കുന്നു. നമ്മൾ പീഡിപ്പിക്കപ്പെടുമെന്നും പറഞ്ഞിരിക്കുന്നു. നമ്മൾ വധിക്കപ്പെടുമെന്ന് പറഞ്ഞിരിക്കുന്നു. സന്തോഷമായിരിക്കാൻ കർത്താവ് പറയുന്നു. ഈ ഒരു സന്തോഷത്തിലേക്ക്, ഈ ഒരു സമാധാനത്തിലേക്ക് ദൈവം നമ്മളെ വിളിക്കുന്നു. നമുക്ക് വിശ്വാസത്തിൽ തീഷ്ണതയുള്ളവരാണ്. ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്ക് ഉണ്ടാകരുത്. എല്ലാ കാര്യങ്ങളിലും ദൈവത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട്, ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട്, ഭയമില്ലാതെ സന്തോഷത്തോടുകൂടെ നമുക്ക് ജീവിക്കാം. ഈ ലോകത്തിൻ്റെ അസ്വസ്ഥതകളൊന്നും നമ്മളെ ബാധിക്കാതിരിക്കട്ടെ. അതിന് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ: വചനാധിഷ്ഠിതമായ ജീവിതം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ. ആമേൻ. God bless.